അമ്പലപ്പാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി. എനിക്ക് ഇപ്പോഴാണ് ഒരു കൃത്യമായത്. ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. പിഷും കിഷും. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രഭ. ഇന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൽ കല്ലിടുന്നത് എങ്ങനെ. ആ തിരുവനന്തപുരത്തെ രാജാവിന്റെ പ്രതിമയ്ക്ക് മാത്രമേ യൂട്യൂബ് ചാനൽ ഇല്ലാത്തുള്ളൂ. എല്ലാവർക്കുമായി വിഷു ആ കമന്റ് ഇട്ടിട്ടാന്നോ അതിന്റെ പിറ്റേ ദിവസം അതിനകത്തുണ്ടായിരുന്നു മീനും ചത്തുപോയി, അക്വേറിയവും പോയി, കല്ലും പോയി. ഉദാഹരണത്തിന് മദ്യപാനം, പുകവലി, മുറുക്ക്, പിന്നെ ഭയങ്കര ജലദോഷം. ഈ തല്ലിപ്പൊടി വണ്ടി തള്ളി അങ്ങോട്ട് ശരിയാക്കി. തള്ള് അടിപൊളിയാണല്ലേ. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം, ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, ഇത് Once Upon a Time സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. എപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ സമീപനവും ഒക്കെ കൂടുതൽ പോസിറ്റീവ് ആക്കുവാനായിട്ട് നമ്മൾ സ്വയം ഒരു എഫേർട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് ലഭിക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. മാത്രമല്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാലും മതി. ഹാപ്പി ആകാനായിട്ട് നല്ല നല്ല തമാശകൾ കേൾക്കുക, ചിരിക്കുക, അതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ വീണ്ടും പറയാം. എന്തായാലും പ്രേക്ഷകരെ ചിരി നിമിഷത്തിലൂടെ കൊണ്ടുപോകുന്ന Once Upon a Time സീസൺ 4ന്റെ മറ്റൊരു പുതുമകൾ നിറഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഷോയെ മുന്നിൽ നിന്ന് സ്റ്റിയർ ചെയ്യുന്ന ആക്ടർ, ഡയറക്ടർ ആൻഡ് കൊമേഡിയൻ നമ്മുടെ സ്വന്തം രമേശ് ഏട്ടനെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി. രമേശ് ഏട്ടാ, ഹാർട്ടി വെൽക്കം. നമ്മുടെ എല്ലാ ഓരോ എപ്പിസോഡുകളും നമ്മൾ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമെങ്കിലും ഇന്ന് ഞാൻ പറയും ഇന്നൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡാണെന്ന്. എല്ലാ എപ്പിസോഡുകളും ബ്രാൻഡ് ന്യൂ ആയിരിക്കുമല്ലോ. ഏത് സാധനം നിങ്ങളൊരു സോപ്പ് മേടിച്ചാൽ അതിൽ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ടാവും, ഷാമ്പു മേടിച്ചാൽ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ടാവും. വേണ്ട, ഇപ്പൊ തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലവും ആനയും കൊടയും ആൾക്കാരും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഓരോ കൊല്ലത്തെ പൂരവും പുതിയ പൂരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് വരുന്ന മത്സരാർത്ഥികളൊക്കെ നമുക്ക് അറിയാവുന്നവരൊക്കെ ആണെങ്കിലും അവർ പറയാൻ പോകുന്ന തമാശകൾ, നമ്മൾ അവരെ കാണിക്കാൻ പോകുന്ന ഇനങ്ങൾ, ഓരോ പുതിയ ദിവസങ്ങൾ കടന്നു വരുന്നു. ദിവസത്തിന്റെ കാര്യം പറഞ്ഞ പോലെ രാവിലെ തുടങ്ങുന്നത് എല്ലാ ദിവസവും ഒരു പുതിയ ദിവസമാണെന്ന് പറയുന്ന പോലെ ഓരോ തുടങ്ങുന്ന എപ്പിസോഡുകളും പുതിയതാണ്. അതിനപ്പുറം എന്തെങ്കിലും പുതുമകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തോ കണ്ടുവച്ചിട്ടുണ്ടോ നീ? തീർച്ചയായിട്ടും. എന്താ ആ വിശേഷം എന്താണ്? കാരണം നമ്മുടെ ഈ Once Upon a Time സീസൺ 4ന്റെ ഫാമിലി ജോയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു പുതിയ ഗസ്റ്റ് വരുന്നുണ്ട്. അയ്യോ, അത് ഗസ്റ്റ് അല്ല, നമ്മുടെ കുടുംബാംഗമാണ്. നമ്മളോടൊപ്പം സ്ഥിരം വന്നിട്ടുള്ളതാണ്, മുൻപൊരിക്കൽ ഇവിടെ എത്തിയിട്ടുള്ളതാണ്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഡാൻസറാണ്, പിന്നെ കുറെ കാലം ഹ്യൂമർ കൈകാര്യം ചെയ്തു സ്റ്റേജിൽ, പിന്നെ സിനിമയിലെത്തി. സിനിമയിൽ മികച്ച ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മൾ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ചലച്ചിത്ര നടി, നർത്തകി തുടങ്ങിയ നിരവധി മേഖലകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട അഭിനേത്രിയാണ്. ഹൃദയപൂർവ്വം Once Upon a Timeലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൃഷ്ണപ്രഭ. ഞാൻ കാണുമ്പോൾ കൃഷ്ണപ്രഭ നർത്തകിയാണ്, ഭയങ്കര ഡാൻസറാണ്. ഓപ്പണിംഗ് ഡാൻസ്, ചില ഗണപതി സ്തുതിയൊക്കെ വെച്ച് സ്റ്റേജിൽ കളിക്കുന്നു. അന്ന് സുകുമാരിയമ്മയുടെ ഛായയാണ് കൃഷ്ണപ്രഭയ്ക്ക്. ഇന്നും കുറച്ചുണ്ട്. നിങ്ങൾ പറഞ്ഞ ശേഷം ഒന്നുകൂടെ പഴയ കാലത്തെ സുകുമാരിയമ്മയുടെ സിനിമകളിലെ സുകുമാരിയമ്മയെ ആലോചിച്ച് നോക്കിയാൽ, അമ്മവേഷങ്ങൾ ചെയ്ത് തുടങ്ങാത്തൊരു സുകുമാരിയമ്മ ആലോചിച്ച ഈ മുഖത്തൊന്ന് കിട്ടും. നോക്കി നേരം നോക്കി കൃഷ്ണപ്രഭ. പിഷുവാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ ഞാനൊരു വലിയ സുകുമാരിയമ്മ ഫാനാണ്. ഒരുപാട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു ആക്ട്രസും കൂടെയാണ്. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്ത് എനിക്ക് ചായ വന്നതാണോ എന്ന് അറിയത്തില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി നടക്കുകയാണ് ഒരു സ്റ്റേഡിയത്തിൽ. പെട്ടെന്ന് അവിടെയുള്ള കുറെ ആളുകൾ ഇറങ്ങിപ്പോയി. അവരിറങ്ങിപ്പോയതോടുകൂടി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി. എന്താണ് അതിന്റെ കാരണം? ഇറങ്ങിപ്പോയതോടുകൂടി ചൂടെടുക്കാൻ തുടങ്ങി കളിക്കാർക്ക്. എന്താ കാര്യം പറയൂ? നല്ല ചളിയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ്? കുറെ പേര് ആ സ്റ്റേഡിയത്തിൽ നിന്ന് കുറെ പേര് ഇറങ്ങി പോയതോടുകൂടി പെട്ടെന്ന് ചൂടെടുക്കാൻ തുടങ്ങി. എന്താണ് കാരണം? സ്റ്റേഡിയത്തിൽ ഇറങ്ങിപ്പോയപ്പോ ചൂടെടുക്കാൻ തുടങ്ങി. എന്താ കാര്യം? എന്താ തോറ്റോ? അല്ല, എല്ലാ ഫാൻസും ആണ് ഇറങ്ങിപ്പോയത്. അതാ സുകുമാരി അമ്മയുടെ ഫാൻ ആണെന്ന് പറഞ്ഞ ആ ഫാനേന്ന് ഞാൻ പിടിച്ചെടുത്തോണ്ട് വന്നതാണത്. ഇനി നിമിഷം കൊണ്ട് ചേർത്തൊന്നും കിട്ടില്ല. അത് കേട്ടോ, നന്നായില്ലേ? അത് വളരെയധികം
അപ്പോൾ നമ്മുടെ ജഡ്ജസിനെ ഒരുപാട് സ്നേഹം നൽകൊണ്ട് വലിയൊരു കൈയടി കൊടുത്തുകൊണ്ട് അവരുടെ ജഡ്ജിങ് പാനൽ സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. കൃഷ്ണ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഷോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനെന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആളാണ് കൃഷ്ണയുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ആമിന താത്ത. താത്ത പ്രോമാക്സ്. അമിനാത്തത് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുണ്ട്? പിന്നെ ആണോ? അല്ലേ? താത്തേനെ ഞങ്ങൾക്ക് എന്നറിയാം. അതെ, ഞാനിവിടെ നിന്ന് നോക്കുമ്പോഴേ ആ. എനിക്ക് ഇപ്പോഴാണ് ഒരു കൃത്യമായത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. എന്തു പറ്റി? അതായത് ഈ പിഷുവും കിഷുവും. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് കൊടുക്കാം, പിഷുവും കിഷുവും. കൊള്ളാം അല്ലേ? ആ കൃഷ്ണപ്രഭ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതായത് ഈ കോവിഡ് വന്നപ്പം യൂട്യൂബ് ചാനലിന്റെ ട്രെൻഡ് വന്നു. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക. വാട്സപ്പ് തുറന്നാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, എന്റെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബിൽ തുടങ്ങുന്നു. ആ തിരുവനന്തപുരത്തെ രാജാവിന്റെ പ്രതിമയ്ക്ക് മാത്രമേ യൂട്യൂബ് ചാനൽ ഇല്ലാത്തുള്ളൂ. ഇത് ബാക്കി എല്ലാവർക്കുമായി. അങ്ങനെ ഈ കോവിഡ് അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ കൃഷ്ണപ്രഭയുടെ ഒരു മെസ്സേജ്, ചേട്ടൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ചേട്ടൻ ഷെയർ ചെയ്യണം, അതിന്റെ ആദ്യത്തെ വീഡിയോ നാളെ 6 മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാത്തിരുന്ന പിറ്റേന്ന് 6 മണിക്ക് കൃഷ്ണപ്രഭയുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ വന്നു. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രഭ. അത് ഇന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൽ കല്ലിടുന്നത് എങ്ങനെ. അക്വേറിയത്തിൽ കല്ലിടാൻ ഒന്നുമില്ല, എടുത്തിട്ടാൽ മതി. ഇത് കൃഷ്ണപ്രഭ ഒരു അക്വേറിയം എടുത്ത് വെച്ച് അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളാരങ്കല്ല് എടുത്ത് നേരത്തെ 1/2 മണിക്കൂറിന്റെ എപ്പിസോഡ്. പിന്നെ അടുത്ത വെള്ളാരങ്കല്ല് എടുക്കുക, നമ്മൾ അതിൽ വെക്കുക, പിന്നെ കല്ലെടുക്കുക വെക്കുക, കല്ലെടുക്കുക വെക്കുക, കല്ലെടുക്കുക വെക്കുക, 1/2 മണിക്കൂറിന്റെ എപ്പിസോഡ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വിഷു ആ കമന്റ് ഇട്ടിട്ടാന്നോ അതിന്റെ പിറ്റേ ദിവസം അതിനകത്തുണ്ടായിരുന്നു മീനും ചത്തുപോയി, അയ്യോറിയവും പോയി, കല്ലും പോയി, എല്ലാം പോയി. അവസാനം ഞാൻ പണിങ്ങ് നിർത്തി. അതിനൊക്കെ 1 ലക്ഷം വ്യൂവേഴ്സ്. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് കോമഡി ഇട്ട് കഴിഞ്ഞാൽ പോയി ചത്തൂടെ. ഇതെന്നാ കോമഡി? നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണ നന്നായിട്ട് പാടുന്ന ഒരാള്. നമുക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പൊ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ ജോൺസൺ മാഷ് സംഗീതം കൊടുത്തിട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറ് എഴുതിയ രാത്തിങ്കൾ പൂത്താലി ചാർത്തി എന്ന് പറയുന്നത്. അല്ല, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിരിക്കും. അപ്പൊ അതില് കുറച്ച് പാട്ട് ഒരു 4 വരി. പാഴിരുൾ വീഴുമേ 4 കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയാ. പാഴിരുൾ വീഴുമേ 4 കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയാ. നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി. മംഗലപ്പാലയിൽ മലർക്കുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. 4 കോലായിൽ പൂവേലിപ്പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. മത്സരത്തിലേക്ക് നമ്മളുടെ ഡയറക്ടർ ഫ്ലൈറ്റ് എടുത്ത് പോവാണ്. അപ്പൊ ഇന്ന് മത്സരിക്കുന്നത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 തന്നെ 2 വെരി സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലിയ അൻഷാദ് ആൻഡ് സോഫി പോളി. എനിക്ക് ഇവർ രണ്ടുപേരും കൂടെ വന്നപ്പോ ആറാട്ടുപുഴ പൂരമാണ് ഓർമ്മ വരുന്നത്. അന്ന് 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തു, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെയാണ്. ഇന്ന് 2 ആനകൾ വന്നിരിക്കുകയാണ്. ഇവര് കൊമ്പ് കോർക്കാൻ പോവാണ് നമ്മുടെ ജനസമക്ഷത്തിൽ വെച്ച്. ആദ്യമായിട്ടല്ലേ പരസ്പരം കൊമ്പ് കോർക്കുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ ഈ പാറ് എനിക്ക് പെട്ടെന്ന് ആന്റിയെ കണ്ടപ്പോ നമ്മുടെ ആലീസ് ആന്റി ഇല്ലേ, ഇന്നസെന്റ് അങ്കിളിന്റെ ആലീസ് ആന്റിയുടെ പോലെ വളരെ പറയുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയുന്നവര്. ആലീസ് ആന്റി വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു ആന്റിയാണ്. എനിക്ക് അതേപോലെ തന്നെ തോന്നുന്നു. അപ്പൊ എന്തായാലും കിടിലൻ പെർഫോമൻസ് എല്ലാം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മക്കളെ കഥ വരട്ടെ.
ആ എന്താ ഇൻട്രസ്റ്റ് കഥ മേടിക്കാൻ. കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ നന്നാ പിടിച്ചോ കഥ. തമിഴ്നാട്ടിലെ പ്രശസ്തരായ സിഐഡികളാണ് ദാസനും വിജയനും. ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി അവർ കേരളത്തിലെത്തുന്നു. കുറ്റവാളിയെ കണ്ടെത്താൻ അവർ കുട നന്നാക്കുന്നവരുടെ വേഷത്തിൽ നടക്കുന്നു. ഒടുവിൽ കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ ജോലിക്കാരനായി വേഷം മാറി അവരിൽ ഒരാൾ കയറുന്നു. ആ വീടിന് തൊട്ടടുത്ത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സിനിമാ നടി യമുന റാണി താമസിക്കാൻ വരുന്നു. യമുനയെ അടുത്ത് കാണാനും പരിചയപ്പെടാനും അവർക്ക് അതിയായ മോഹമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭാര്യമാർക്ക് അതിഷ്ടമായിരുന്നില്ല. ഭർത്താക്കന്മാർക്ക് യമുന റാണിയോട് പ്രണയമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ മീനാക്ഷിക്ക് പ്രണയം കണ്ണപ്പനോടായിരുന്നു. എന്നാൽ ദാസപ്പൻ ഇതറിയാതെ മീനാക്ഷിയെ പ്രണയിച്ചു. ഈ കൺഫ്യൂഷൻ എല്ലാം അറിഞ്ഞിട്ടും ശത്രുവിന് അവരുടെ സഹോദരിയായ ദേവൂട്ടിയോട് പ്രണയം. എന്നാൽ മുത്തുരാമന് ആരാണ് കണ്ണപ്പേട്ടൻ, ആരാണ് ദാസപ്പേട്ടൻ, ആരാണ് ജോസപ്പേട്ടൻ എന്ന കൺഫ്യൂഷനാണ്. അടിപൊളി. മൂന്നും ശരിക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള മൂവീസ് ആണ്. കിട്ടിയോ ലിയ? പക്ഷെ പേര് ഓർമ്മയില്ല. ആഹാ. എന്തോ കിട്ടി പേര് ഓർമ്മയില്ലല്ലോ. മനസ്സിലായി, പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. പക്ഷെ ആലിസന്റെ കിട്ടിയിട്ടുണ്ട് അല്ലേ? സോഫി ചേച്ചി കമോണ്ട്. പട്ടണപ്രവേശം, ആ പിന്നെ രണ്ടാമത്തെ നക്ഷത്ര തിളക്കം എന്ന് ഓർമ്മ അടുത്തെത്തി. അതിന് തുടക്കം. ആ അടുത്തത് മൂന്നാമത്തെ പാർട്ട്. മൂന്നാമത്തെ കിട്ടിയില്ല. മൂന്നാമത്തെ എനിക്ക് കിട്ടി. തെങ്കാശിപ്പട്ടണം അല്ലേ? അല്ലേ? അതെ ശരിയാ. ഉറപ്പിച്ച് പറ. പക്ഷെ രണ്ടാമത്തെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോ ചാൻസ് കൂടെ കിട്ടൂലേ. മൂന്നാമത്തെ മാത്രം അറിയാം, തെങ്കാശിപ്പട്ടണം. രണ്ടാമത്തെ പകുതി പറഞ്ഞ അവിടെ നക്ഷത്രപുരത്തെ താരത്തിളക്കം എന്നാണോ? നക്ഷത്രപുരത്ത് താരത്തിളക്കം. കൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം. അപ്പൊ നമ്മുടെ സിനിമ കഥ പറഞ്ഞതില് 2 പേരുകൾ ഏകദേശം ഒപ്പിച്ചത് നമ്മുടെ സോഫി ചേച്ചിയാണ്. അപ്പൊ സോഫി ചേച്ചിനെ തന്നെ ഫസ്റ്റ് ചാൻസ്. അല്ല ശരിക്കും പേര് കിട്ടിയോ? രണ്ടാമത്തെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രം. നക്ഷത്രത്തിളക്കം. അപ്പോൾ ഈ സെഗ്മെന്റ് കഴിയുമ്പോൾ 2 ശരി ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോഫി ചേച്ചിയാണ്. ഷീ ഈസ് കമ്മിങ് ഫസ്റ്റ്. റെഡി അല്ലേ? അതെ ഓക്കെ റെഡിയാണ്. റെഡിയാണ്. ശരി.